നമുക്കൊരു പോപ്പർ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഒരു തീപ്പെട്ടി, കളർ പേപ്പർ, ഡബ്ബർ ബാൻഡ്, സീസർ, ഒരു പേപ്പർ, പിന്നെ നമുക്ക് 2 ഇങ്ങനത്തെ ഒരു മുറിച്ച കാർഡ്ബോർഡും വേണം, ഒരു കുഞ്ഞി ഇൻസുലേഷൻ ടാപ്പും വേണം. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി ആ ഗ്രീന് മാറ്റി പിങ്ക് കളർ ആക്കിയിട്ടുണ്ട്. അതിന് നമ്മളൊരു യെല്ലോ പേപ്പറുണ്ട് ഓപ്പൺ പുള്ള് നേടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ 2 കാർഡ്ബോർഡ് എടുക്കുക. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതാ ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് നടുവിലേക്ക് ഇതേപോലെ ഒന്ന് വൃത്തിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ബാക്കിയത് ഒന്ന് ഇങ്ങോട്ട് മറിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ ഒരു ഡബ്ബർ ബാൻഡ് ഇതാ ആദ്യം ഈ ഒരു തലക്കിടുക. എന്നിട്ട് ഇതാ ഇതേപോലെ അപ്പുറത്തെ തലഭാഗം ഇത് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഇത്രയൊക്കെ ആയി. ഇനി ഇത് നേരെ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുവന്നാൽ നമുക്ക് സാധനം റെഡിയാവും. ഇത് ഇനി വിട്ട് കഴിഞ്ഞാൽ പോപ്പർ പോലെ പൊട്ടിത്തെറിക്കും കേട്ടോ. അതേപോലെ അപ്പോൾ നമുക്ക് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വേണം. ഇഷ്ടമുള്ള പേപ്പർ എടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് കളർ പേപ്പർ അത് ഗ്രീൻ മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പേപ്പർ എടുക്കുന്നത്. നമുക്ക് ഇതേപോലെ ഒന്ന് പീസാക്കാം. കുറേ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്ര ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, എന്നാലും ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്ര കുറച്ച് പേപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഇത് ഒന്ന് അതേപോലെ ഒന്ന് ചുറ്റിക്കൊടുത്ത് കാണിച്ചു തരാം. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് നേരെ ആക്കിയാൽ കൊടുത്തു മതി. ഇതാ ഇതേപോലെ നമ്മുടെ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത പേപ്പറൊക്കെ ഇതിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇത് അടച്ചു വെച്ചാൽ നമ്മുടെ പോപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് വർക്കാവുമോ എന്ന് നോക്കി നോക്കാം. 3, 2, 1 സ്റ്റാർട്ട്. യെസ്, നമ്മുടെ പോപ്പർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.